ഹായ് ഗൈസ്, അപ്പം ഞങ്ങൾ വീണ്ടും ഒരു യാത്രയ്ക്ക് ഇറങ്ങിയതാണ്. ഊട്ടി പോലുള്ള പരിപാടിയാണ്. അപ്പോൾ മത്തി വന്നിട്ടുണ്ട്, ഇനി കുറച്ച് പേര് കൊണ്ട് വരാനുണ്ട്. അപ്പോൾ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വണ്ടി വരും, എന്നിട്ട് കുറച്ച് പേര് കൊണ്ട് എടുത്തിട്ട് അങ്ങനെ വിടാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഞങ്ങൾക്ക് പോവാനുള്ള വണ്ടി എത്തി. ഡ്രൈവർ പാക്കരൻ ഉറക്കം തൂങ്ങിയിരിക്കുന്നപ്പോ എൻ്റെ പെൻ പ്രാവശ്യം നമ്മള് ബൊലേറോയില പോണെ, ഒന്നും നോക്കിയില്ല. അങ്ങനെ നമ്മള് പോയുടെ കുറുക്കങ്ങോട്ടേക്ക് കടന്നിരിക്കുകയാണ് ഗൈസ്. പത്തന്നെ ഒരു കാട്ടിൽ പോയ ഫീലായില്ലേ, ഫുള്ള് കാട്. ഇത് മസന കൂടിയല്ല, ഇത് അതിലും വലിയ കൂടിയാണ്. ഡേഞ്ചർ പോലെ റോഡ്. അങ്ങനെ നമ്മുടെ കോയി സാറിനെ കിട്ടിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഒരേ വൈബ്. പോട്ടെ വണ്ടി പോട്ടെ. ചന്ദ്രികയോ മത്തിക്ക് ഡെഡിക്കേറ്റ് കിട്ടുന്ന പാട്ട്. കൊണ്ടു അവർ അടിപൊളി സാധനം. ഗൈസ്, നമ്മള് ഗൂഡല്ലൂർ എത്തി. അപ്പൊ ചായ കുടിക്കാൻ വേണ്ടിട്ട് സൈഡാക്കിയതാ. ചായ കുടിച്ചാലിപ്പോ പരിപാടി നടക്കുള്ളൂ. ഇത് തോരപ്പള്ളി. ഇവിടെ ചെക്ക് പോസ്റ്റ് 6 മണിക്കേ തുറക്കുള്ളൂ. ഫുള്ള് വണ്ടികളുടെ ബ്ലോക്കാ. നമ്മളെ ഇടയ്ക്കൂടെ കുത്തി കയറ്റി മുന്നിലെത്തി ഇവിടെ സൈഡാക്കി. പിന്നെ 6 മണി വരെ അവിടെ വെയിറ്റ് ചെയ്യണം. 5:30 എന്തായാലും. അപ്പൊ ഈ വഴി ഒന്ന് മസനഗുടി കറങ്ങി അങ്ങനെ ഊട്ടിപ്പോള്ള പരിപാടിയാണ്. മുതുമലൈ ടൈഗർ റിസർവ്സ് വെൽക്കം യു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തായാലും നോക്കി നോക്കാം. നമ്മളൊരു കാട്ടിലോട്ടാണ് ഇവിടുന്ന് കേറാൻ പോണെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാട്ടോ. അല്ലായിട്ടുണ്ട്. കൊമ്പനെ വാർത്തകാരന് നേരെ പോയ ഉള്ളിലിരുന്നോട്ടോ. അങ്ങനെ നമ്മള് 6 മണിക്ക് ഓപ്പൺ ആയി. അപ്പൊ നമ്മളങ്ങനെ എന്ത് ചെയ്തു, കാട്ടിന്റെ ഉള്ളിലെ വഴിയിലൂടെ എന്തൊക്കെ കാണാൻ നോക്കാം. നോക്കിക്കൊണ്ടിരിക്കും. ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയുള്ള മാന്റെ ഇറച്ചില്ലേ, അതുകൊണ്ട് മരത്തിന്റെ മേലെ അതും വേറെ ആരും വരില്ല. എത്ര വെയിറ്റുള്ള സാധനമാണെങ്കിലും കരടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇക്കാനെ കൊണ്ടുപോകും. കാരണം കരടിക്ക് ഫേവറേറ്റ് മീനുകളാണ്. ഇത് വളർത്താനാണ്. ഇത് കാട്ടാനെ ഇത് വളർത്താൻ അതിന്റെ കൊമ്പ് നോക്കണം. കെട്ടിയിട്ടുണ്ടാണ് അതിന്റെ കാട്, കറുത്ത കാട്, പച്ചപ്പുല്ലുകൾ. നമ്മുടെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലങ്ങളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. പ്രകൃതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതുകൊണ്ട് കൊമ്പൻ ജനിച്ചുള്ള സ്ഥലം, കൊമ്പന്റെ ഫാമിലീസ് എല്ലാം ഉള്ളത് ആളോടെ നിർത്തി. മീൻസ് മുമ്പിൽ എന്തോണ്ട്. ബീഹാർ ജയിലിൽ ഇപ്പൊ നല്ല ഫുഡൊന്നും അല്ല. ബീഹാർ ജയിലിലേക്ക് കൊണ്ടുപോകാ. ഇവിടെ ജയിലില്ലേ?
കുറച്ച് വായിൽ വെച്ച് നോക്കും. നേരക്കേടുണ്ട്, കുറച്ച് നേരയുടെ വിളി കൊടുക്കണം പറയുമ്പത്തേ. മോനെ കൊറേ ഉണ്ടല്ലോ മൺകൂട്ടം, അടിപൊളിയായി. ഇതെങ്ങോട്ടുള്ളതാണ് ഇതോ? അല്ല ലെഫ്റ്റ്. ആ അത് വെറുതെ കേട്ടോ, മാപ്പ് അതില് കാണിച്ചില്ല കേട്ടോ. അല്ല ബ്ലോക്ക് എന്താ എങ്ങോട്ടുള്ള റൂട്ടാണ് അത്? നമ്മളില്ലേ അവിടുന്ന് അങ്ങനെ അങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ കൊറേ ഉണ്ടല്ലേ. ഓരോരുത്തരെ പിടിച്ചാണ് കറിയൊക്കെയായിരുന്നു. അത് ശരിക്കും നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ പണ്ട് ഒരു 80കളിലൊക്കെ ആൾക്കാർ ചിലപ്പോ തന്നെയാണ് പരിപാടി. പാലത്തിന് പണിയെടുക്കുക എന്താ ഈ ഫോറസ്റ്റുകാർക്ക് ഇഷ്ടംപോലെ കിട്ടുണ്ടാവും. എന്തായാലും നടക്കും. ഇത്ര കണ്ടെന്ന് എടുത്തും കൂടി നിലമ്പൂര് പിടിച്ചില്ലേ മാനർച്ചി. കാരണം ചിലപ്പോ ടേസ്റ്റ് ഉണ്ടാവും. ഫ്രണ്ടില് ആളാള് നേതാവ് ആള് മൂട്ടിക്കൊണ്ട കുത്തിന്റെ ബാക്കില് വലിയ നല്ല ക്യൂട്ടില്ലേ, നല്ല സാധനം. ഫുൾ ലാൻഡ്സ്കേപ്പ് ഓടി അറിയില്ല. വണ്ടികളുണ്ടോ? നമ്മളെ ഭാഗത്തൊക്കെ വണ്ടികള് എന്നാ വിടുകയല്ലേ? നമ്മളാദ്യം കടുവനെ കാണണം അറിയാം. നമ്മള് ജസ്റ്റ് ഒന്ന് വേറെ സൈഡാക്കിയതാണ്. അടിപൊളി പകര വണ്ടി. കരടി കണ്ട് മത്തിക്കാക്കോ രക്ഷിക്കൂലേ? ഫിഷിനെ എന്താ ഈ കരടി തിന്നണ ഇതുണ്ടാവും, തൊലിയൊക്കെ വലിച്ചു പൊളിച്ചതിനെ നന്നാക്കിട്ടേ മസാല ഒക്കെ ഇട്ട് പൊരിച്ചു തന്നല്ലേ. കരടിക്ക് ഇത്ര മസാല ഉണ്ടാവും കാരണം എന്താ? കാരണത്തെ പ്രോട്ടീനുണ്ട്. ഇത്ര ചെളുക്കൊക്കെ വലിച്ചു പറക്കി ഇന്റെ തുമ്പിക്ക അല്ല ഇന്റെ കൊമ്പടെ തുമ്പിക്കാണ്ട് വരും ഒരു വരവ്. നിങ്ങൾ കണ്ടിങ്ങനെ കരടി പേടിക്കും പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ മസിനെ കൂടി എത്തിയിരിക്കുന്നു. നമ്മുടെ ഈ കടയിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഈ കട ഒരു 7:30 നോക്കണം. കളിക്കുന്നറിയോ നമുക്ക് പിന്നെ ശരിയാവൂല. പല്ലേക്കണ്ട അപ്പൊ മസിനുകുടി ടൗൺ കേട്ടോ. എന്താ വ്യൂ അല്ലേ, കിടിലൻ വ്യൂ. 36 എയർപിന്നാണ് അതിലിത്. എത്രാമത്തെ? 33 ആയിട്ടോ. ഇവിടെ എവിടെ ആനയൊന്നും കണ്ടില്ല. കൊറേ മാന് മാത്രണ്ട്. ഒരാനയെ കിട്ടിയിരുന്നെങ്കിൽ കൃതാർത്ഥനായി.
ഇവിടുന്ന് ഇവിടെ നമ്മൾ ഒരു തവണ മറ്റേ കൊറോണ സമയത്ത് അടച്ചിട്ടില്ലേ, എന്നിട്ട് നമ്മൾ തുറപ്പിച്ചു പോയത്. ഇന്ന് നമ്മള് രാത്രി വന്നപ്പോ ചെക്ക് ചെയ്തു. ലെഫ്റ്റ് സ്ട്രൈറ്റ് പോട്ടെ. പക്ഷെ തുറന്നു നോക്കുമല്ലോ അല്ലേ, ഊട്ടി 6 കിലോമീറ്റർ ആണല്ലോ കാണുന്നത്. എങ്ങനെ പോണേ? ഊട്ടിക്ക് ഇതന്നെ ഊട്ടി. ആദ്യം ഊട്ടി ടൗൺ അല്ലേ, NH 181. ഗൈസ് ഊട്ടി എത്തി. അപ്പൊ ഇനി റൂം എപ്പോഴാണ് അടുത്ത പരിപാടി? റൂം ഇപ്പൊ നോക്കിയപ്പോ നമ്മൾ നോക്കിയ റൂമൊക്കെ ഫുള്ള്. അപ്പൊ ഇനി അടുത്ത സ്ഥലം നോക്കി പൊക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പൊ സീസൺ ടൈം ഒക്കെ ആണല്ലോ, അപ്പൊ ബഡ്ജറ്റിലെ റൂം ഇട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നല്ല പാടാ. അപ്പൊ അത് തപ്പി പിടിച്ച് നല്ല റൂം എടുക്കണം നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങി. അങ്ങനെ നമുക്ക് റൂം സെറ്റായിട്ടുണ്ട്. ഏതോ ഒരു കാട്ടുമുക്കിലാണ് ബഡ്ജറ്റിനുള്ള റൂം കിട്ടി. 1500 രൂപയ്ക്ക് നമുക്ക് 6 പേർക്ക് റൂം സെറ്റായിട്ടുണ്ട്. അപ്പോ അവിടെ പോലുള്ള പരിപാടിയാണ്. വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്ത് റൂമിലേക്ക് പോവാം. വാടേ പോവാ. സത്യ ലോഡ്ജ് മാപ്പിലടിച്ചാൽ കിട്ടും, ഗൂഗിൾ മാപ്പിലുണ്ട് സത്യ ലോഡ്ജ്. അപ്പോൾ യൂട്യൂബിൽ ഷോർട്സിൽ ഇങ്ങനെ കണ്ടപ്പോൾ നമ്മൾ വിളിച്ചു നോക്കിയതാണ്. അപ്പോൾ അവരെ എൻക്വയറി ചെയ്തപ്പോൾ റൂമുണ്ട് എന്ന് പറഞ്ഞു. ആദ്യം അവർ 2000 പറഞ്ഞു, പിന്നെ നമ്മളൊന്ന് ബാർഗൻ ചെയ്തപ്പോൾ 1500 സീസൺ ടൈമായിട്ടും തരാമെന്ന് പറഞ്ഞു. എന്താ സത്യ ലോഡ്ജ്, സത്യ ലോഡ്ജ്. കുറച്ച് ചെപ്പ് കയറാണ്ടല്ലോ. അയ്യോ ഗൈസ്, ഇതാണ് നമ്മുടെ റൂം. ലെഫ്റ്റ് ടാബ് ലെഫ്റ്റിൽ നിങ്ങൾ ടാബ് ആണെങ്കിൽ ഓക്കെ ഓക്കെ ഡൗട്ട് ആണെങ്കിൽ അത് സ്ലിപ്പ് ഉണ്ടല്ലേ, ആ സ്ലിപ്പ് മോളില് നമുക്ക് ധാരാളമാണ്. 1500 രൂപയ്ക്ക് 6 പേർക്ക്. ഈ സീസൺ ടൈം റൂം കിട്ടിയില്ലല്ലേ, കുഴപ്പമില്ല, നമുക്ക് ധാരാളമാണ്. TV ഉണ്ട്, ഹീറ്ററുണ്ട്, കാര്യങ്ങളുണ്ട്, കണ്ണാടി ഉണ്ട്, എല്ലാം ഉണ്ട്, സെറ്റ്. തൊട്ടടുത്ത് തന്നെ നമുക്ക് ചെറിയൊരു കാട്ടുണ്ട്, ചായക്കട്ടുണ്ട്. അപ്പോൾ അവിടെ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഞാനൊരു എഗ് ദോശ പറഞ്ഞു, കോഴി ഒരു ഇഡ്ഡലി പറഞ്ഞു. ഇവന്മാരൊക്കെ പൊറോട്ടയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് കഴിച്ചോ ഗൈസ്. ഞങ്ങൾ ഹംഗർഫോർഡ് എസ്റ്റേറ്റിൽ പോവാണ്. പോണ വഴിക്ക് മഴ പെയ്ത് നല്ല പരിപാടിക്ക് പോയി. ഏതൊക്കെ കാട്ടുവഴി കൂടെ പോകണം. നല്ല മഴ, ഊട്ടിയിൽ നല്ല മഴ. കാറിൽ വന്നോണ്ട് കഴിച്ചില്ലായി. പോണേ ഹംഗർഫോർഡ് എസ്റ്റേറ്റിലേക്ക് പോണ. ഏതൊരു കാട്ടുവഴി കൂടെ കയറുന്നുണ്ട്, ഓലക്കേമല വഴി. എന്ത് വഴിയത്? റോഡ് പണി നടക്കുന്നുണ്ട്, പൊളിച്ചിട്ട പോലെയാണ്. റോഡ് പണി നടക്കുമായിരിക്കുമല്ലേ. പക്ഷെ ഇവിടെ ഒന്നും മഴ പെയ്തില്ലടാ, അപ്പുറത്ത് എന്ത് മഴയാ, ഇവിടെ ചാറിയിട്ട് പോലും ഇല്ല. ഹംഗർഫോർഡ് എസ്റ്റേറ്റിലേക്ക് വരുമ്പോ ഷോർട്ട് കട്ട് നോക്കി വന്നു കഴിഞ്ഞാൽ അതേപോലെ മൂഞ്ചു. ദൂരം കുറച്ച് കൂടിയാലും നല്ല റോഡ് അപ്പുറത്തുണ്ടാവും. നമ്മള്
ഷോർട്ട് പിടിച്ചാ അത് വല്ലാത്തൊരു വണ്ടി പോലെയായി. തിരിച്ചു അവിടെ പോകും. ഞങ്ങൾ ഇനി എത്തിയിട്ടില്ല അങ്കർഫോർഡിൽ. ആരോടൊക്കെയോ വഴി ചോദിച്ച് ഒരു ഇടുങ്ങി പിടിച്ച റൂട്ടിൽ കൂടെ എവിടക്കൊക്കെ എത്തി. ആ അവിടെ മലയൊക്കെ കാണുന്നുണ്ട്. അതിന് റേഞ്ച് കൊണ്ട് മാപ്പ് നോക്കാൻ സിഗ്നലില്ല. മഴ വരിക പോവാ, മഴ വരിക പോവാ. അപ്പൊ അങ്ങനെ അങ്കർഫോർഡ് എസ്റ്റേറ്റിലെത്തി. ആ കാണാണ് അങ്കർഫോർഡ് എസ്റ്റേറ്റ്. ഇവിടേക്കാണ് ഇത്ര നേരം കുത്തിക്കുലിക്ക് വന്നത്. വലിയ തിരക്കൊന്നുമില്ല, പക്ഷെ നല്ല കിടിലം വ്യൂ കേട്ടോ. കാണിച്ചു തരാം. ഇവിടെ കുറെ പുച്ഛം ടീംസ് ഉണ്ട്. ബ്ലോഗർ ടെന്റ് അടിച്ച് നോക്കിയിട്ട് പോയി അത് ടെന്റ് അടിച്ചൊരു സെറ്റിലാക്കുന്ന പരിപാടി പോയി. നാളെ കാർപ്പാടത്തിന് വരാം. എന്താണ് സംഭവം? എന്താ ഒരാൾക്കോ 100? അത് കൂടുതലല്ലേ? നൊസ്റ്റാൾജിയ. ഏതോ ഒരു കാട്ടുമുക്കില് ഇവിടെ ഒരു കട കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ട് കുറച്ച് പുളിമുട്ടായി, കടല ഒക്കെ വാങ്ങിയിട്ടാണ്. എന്തായാലും കാട്ടുവഴിയാണെങ്കിലും നല്ല അടിപൊളി വൈബാട്ടോ. നമ്മൾ ഈ വീട്ടിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് ആരും പേടിക്കാണ്ട് സ്റ്റേ ആക്കുമ്പോഴല്ലേ രസം. മുത്തിക്ക് വയ്യാണ്ടായി കേസ്. ഇനി വന്ന വഴി ആദ്യം തിരിച്ചു പോകണം. കയറ്റി ഊട്ടിയിലെ ബസ് സ്റ്റാൻഡ് അടുത്തുള്ള രാത്രി കാഴ്ചയായിട്ടത്. നല്ല ലൈറ്റും കാര്യങ്ങളായിട്ട് അടിപൊളിയാണ്. രാത്രി അടുത്ത് നടക്കാൻ നടക്കാൻ മാത്രമല്ല, ഫുഡും മേടിക്കണം. KGN ബൈ വീട്ട് ബിരിയാണി. എന്താ കടയിൽ നിന്നും ഞങ്ങൾ അങ്ങനെ ഫുഡ് വാങ്ങി. ചില്ലി ചിക്കനും പൊറോട്ടയും ദോശ എന്തൊക്കെയൊക്കെ മേടിച്ചിട്ടുണ്ട്. എല്ലാത്തിനും നല്ല റേറ്റ് ആട്ടോ. 2 പൊറോട്ടയ്ക്ക് 50 രൂപ, ഗ്രേവി അടക്കം. എന്താല്ലേ നമ്മുടെ നാട് സ്വർഗം. ചെക്കൗട്ട് ചെയ്യുന്ന സമയമായി. ഞങ്ങളിന്നലെ 8:30 ഞങ്ങളിന്നലെ രാവിലെ 8:30 ചെക്ക് ഇൻ ചെയ്ത്. അപ്പോൾ രാവിലെ 8:30 ചെക്കൗട്ട് ചെയ്യണം. ഒക്കെ റെഡി ആകാൻ കൊണ്ടിരിക്കുക. പോരെ പോരെ പോവാ പോവാ. ഇന്ന് കഴിഞ്ഞാലേ ലേറ്റ് ആവും. വെളിച്ചായി. നമ്മുടെ വണ്ടിയുടെ സൈഡില് നമ്മൾ നിർത്തിപ്പോയപ്പോ ഇതെന്തത് ഇങ്ങനൊക്കെ മോനെ, ഇങ്ങനെ ഡോർ തുറക്ക. കാരണം ഇങ്ങനെ അവസ്ഥ നോക്കണേ. ഊട്ടിത്തെ അവസ്ഥയൊക്കെയാണ് എന്റെ പൊന്നെ, നേരവസ്ഥ. അല്ല ഞാൻ വേണ്ടോ ഞാൻ വെറുതെ എഗ് ദോശ. നല്ല അടിപൊളി എഗ് ദോശ കേട്ടോ. സ്പെഷ്യൽകാരെ ഒന്ന് വൃത്തിയാക്കണ്ട് ഇപ്പോ. എന്തൊക്കെയാണാവോ. എന്നാലും ഇങ്ങനെ വണ്ടിയുടെ മേലെ കൂടെ കൊടുന്ന് കുത്തിയിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്തൊരവസ്ഥ. അതിന് ഇതുവരെ വെയിറ്റ് ചെയ്യണം.
ഇതാണ് ഊട്ടിയിലെ സ്പെഷ്യൽ സാധനം, ഊട്ടി വർക്കി ആണ് സാധനം. ഈ സാധനം ചിന്ന കൂട്ട് കടന്നാണല്ലോ, ഇതാണ് ഊട്ടി വർക്കി. ഇതാണ് ലൗഡെയിൽ റെയിൽവേ സ്റ്റേഷൻ. പ്ലാറ്റ്ഫോമിൽ കയറി നിർത്തില്ല, പ്ലാറ്റ്ഫോം കയറുന്നില്ല. നമുക്ക് അന്ത പക്കം ട്രാക്കിലൂടെ പോയേക്കാം. ലൗഡെയിൽ റെയിൽവേ സ്റ്റേഷൻ്റെ ട്രാക്കാണ്. സ്റ്റേഷൻ കുറച്ച് ബാക്കിലാണ്. ഞങ്ങൾ കൂടെ ഇറങ്ങി ട്രാക്ക് കൂടെ അങ്ങനെ നല്ല ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളി പ്ലേസ് ആട്ടാ. നല്ല തണുപ്പുണ്ട്. തീവണ്ടിയിൽ നിന്ന് എപ്പോഴൊന്നും വരില്ലല്ലോ. ഒരു സീനാണ്, അടിപൊളി സ്ഥലം. ഊട്ടി വരുന്നവർ മിസ് ചെയ്യണ്ട. നോക്കട്ടെ, ഇപ്പൊ വേണ്ട, അതിന്റെ ആദ്യം എടുത്ത് പോയാൽ പോലെ. മറ്റേ സാധനം എടുത്താലോ? ഫോട്ടോ എടുക്കാൻ പറ്റിയ കിടിലൻ സ്ഥലം അല്ലേ? ലൗഡെയിൽ പോണ്ടെന്ന് അടിച്ച് വന്നതാ. ഇവിടെ വന്നപ്പോ ഒരു അന്തമില്ലാത്തൊരു സ്ഥലം. നൈസായിട്ട് മൂഞ്ചി. നല്ല വെയിൽ കിട്ടും, ഇപ്പൊ തണുപ്പൊന്നുമില്ല. ലൗഡെയിലുള്ള പൈൻ ഫോറസ്റ്റ് ആണ് ഗൈസ്. ഇവിടെ പ്രൊഹിബിറ്റഡ് ഏരിയ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങള് കേറി നേരെ ബാക്കിൽ പോലീസ് സ്റ്റേഷനാണ്. കൊള്ളാട്ടോ, ആളും തിരക്കൊന്നുമില്ല. പോലീസ് സ്റ്റേഷൻ ഒക്കെപ്പാടെ മേലേക്ക് കയറിപ്പോണ്ട്. പോയപ്പോട്ടെ. ഇതാണ് ലൗഡെയിലെ പൈൻ ഫോറസ്റ്റ്. കൊള്ളാം, അടിപൊളിയാണ്. തെറ്റല്ലേ? അടിപൊളി സ്ഥലം. അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോ എടുക്കൽ പരിപാടി കഴിഞ്ഞ് കണ്ടോ. ഇവിടുന്ന് കഴിഞ്ഞാൽ ലൗഡെയിൽ റെയിൽവേ സ്റ്റേഷനാണ് കാണുന്നത്. അവിടെ നമ്മൾ പോയതാണ് നേരത്തെ.
എന്തായാലും അടിപൊളിയായി ഗൈസ്. കൂണൂര് പോണ വഴിക്ക് ജസ്റ്റ് നിർത്തിയതാണ്, ഒരു കിടിലം വ്യൂ കണ്ടപ്പോൾ നിർത്തിയതാണ്. വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയല്ല, നല്ല സെറ്റ് വ്യൂ ആണേ. കാണിച്ചു തരാം, നല്ല കിടിലം വ്യൂ ആണ്. ഫുള്ള് സെറ്റ് സ്ഥലം. ഇതിപ്പോൾ ഊട്ടി മൊത്തം തോന്നുന്നു. നമ്മൾ ലൗഡയിൽ നിന്ന് ഒരു ജസ്റ്റ് ഒരു 1/2 കിലോമീറ്റർ പോകുന്നുള്ളൂ. കൂണൂർ പോണ വഴിക്ക് ജസ്റ്റ് സൈഡാക്കിയാണ്. ഫ്രഷ് വീട്ടിന് എത്ര 40 അല്ലേ? 40 അല്ലേ? നമ്മൾ കൂണൂര് പോണ വഴിക്ക് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ സ്പോർട്സ് അപ്പി കൊണ്ട് നടക്കുന്ന വഴിയിൽ ഇവിടെ റോഡ് സൈഡിലൊരു ചേട്ടൻ അങ്ങനെ ഫുഡ് കൊടുക്കുന്നുണ്ട്. നമ്മൾ അവിടെ സൈഡാക്കി ആളുടെ ബിരിയാണി കാര്യങ്ങൾ എന്താ വെച്ചാൽ കഴിക്കാം. ബീഫോ ചിക്കനോ? എന്താ പറയണേ? നിൽക്കും ബീഫ്. അപ്പോൾ ഇവിടെ ബീഫ് ബിരിയാണി ഉണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്, 200 രൂപ. നമ്മൾ അത് കഴിക്കാനുള്ള പരിപാടിയിലാണ്. ഇതൊക്കെ ബിരിയാണി കഴിക്കാൻ നിൽക്കുന്ന ആൾക്കാരാട്ടോ. കൂട്ടത്തിൽ ഞങ്ങൾ 6 പേര്. ആളുടെ ബീഫും ഉണ്ട് ചിക്കനും ഉണ്ട്. ചിക്കനും 100, ബീഫും 100, രണ്ടും 100. അവിടെ നമ്മൾ ബീഫ് പറഞ്ഞപ്പോൾ എന്താ അവസ്ഥ നോക്കട്ടെ. ആള് പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ബിരിയാണി കൊള്ളാട്ടോ, ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ക്വാണ്ടിറ്റി കുറവാണ്. ടേസ്റ്റ് ഉണ്ട് അല്ലേ? ക്വാണ്ടിറ്റി കുറവാണ്, ടേസ്റ്റ് ഉണ്ട്, അത്യാവശ്യം ഉണ്ടെന്നാലും കുഴപ്പമില്ല. ചോക്ലേറ്റ് ഫാക്ടറി, കുറച്ച് ചോക്ലേറ്റ് മേടിക്കാൻ വന്നതാ. ഇതൊരു കിടിലം വ്യൂ ഉണ്ട് കേട്ടോ, എവിടെ നോക്കിയാലും ഇവിടെ വ്യൂ ആണ്. തേയിലത്തോട്ടങ്ങളും ഒരു സെറ്റാണ്. ചായ അവസാനമായിട്ട് ഏകദേശം പ്ലാനൊക്കെ ഏകദേശം മുൻകൂടിയായിരുന്നു. കുറെ സ്ഥലത്ത് പോകുന്നുണ്ട്, പിന്നെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ കുറെ നേരമായിട്ട് കുറെ ഇപ്പൊ കണ്ടില്ലേ ഫോണ്. അടിപൊളി, നല്ല ഐഡിയ. എങ്ങനെയാണ് കുറവാണ്? ചായ മേത്ത് കൂടെ പോയി, വണ്ടിയുടെ കണ്ടീഷൻ ചായ മേത്ത് കൂടെ പോയി. ചായപ്പൊടിയായിട്ട് കറയി കഴിഞ്ഞാൽ സീന ഉപ്പ് കൊടുക്കാനാണ് കഴിയും. ഹായ് ഹായ്. ചിലപ്പോ ഇത് ഞങ്ങളുടെ അവസാനത്തെ സ്പോട്ടായിരിക്കും. ചിലപ്പോ നേരെ വീട്ടിൽ പോവും, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പോട്ടുണ്ടെങ്കിൽ
അവിടെ കയറിട്ടേ പോകും. ഞാൻ ഇവിടെ ഉണ്ട്, നിങ്ങൾ നോക്കൂ. ഞാനും പോട്ടെ എന്നാ പാപ്പ. നിങ്ങൾ എന്താ കരുതി? അടിപൊളി കൊല മാത്രം പോണ്. ഇവിടെ കടക്കൂല, ഇങ്ങനെ കടക്കും. ഇല്ലടാ താത്തിക്കൂല. ഇവിടെ അതിന്റെ മേളിൽ പിടി സസ്പെൻഷനാ. കൊടുക്കും, വായിക്ക് പോകാൻ കൊടുക്കും. ഗൈസ്, അങ്ങനെ നമ്മുടെ ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ചായ കുടിച്ചില്ലേ, അവിടെ തന്നെ ആയിരുന്നു. അതിൻ്റെ മുകളിലത്തെ തേയിലത്തോട്ടത്തിലൊക്കെ കയറി അങ്ങനെ പിന്നെ പോരിയത്. പിന്നെ ഇതിന് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പം ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. ടാറ്റാ. ഞാനിപ്പോൾ ചെല്ലുന്നത് ഒരു പഴയ ഫിലിം ക്യാമറയിൽ ചെന്ന് പതിയാൻ പോകുന്ന ഒരു ചിത്രത്തിലേക്കല്ല. കഴിഞ്ഞ ഒരുപാട് നാളുകളായി ഞാൻ കാണുന്ന എൻ്റെ സ്വപ്നത്തിലേക്കാണ്. എൻ്റെ കുടുംബം, എൻ്റെ സ്വപ്നം, എൻ്റെ സ്വർഗരാജ്യം.